നമസ്കാരം. NR സിറ്റി വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് NR സിറ്റി വ്ളോഗിൽ വിഷു കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിഷു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ വിഷു ആഘോഷത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ആ വിഷു ആഘോഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന പൂത്തു. കൊന്ന പൂത്താൽ തീർച്ചയായിട്ടും വിഷു വരും. പണ്ട് കാലം മുതൽ കേരളത്തിലുള്ള ഒരു വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായി വരുന്ന കണിക്കൊന്ന പൂക്കുന്ന സമയമാണ് മേടമാസം 1-ാം തീയതി എന്ന് പറയുന്ന വിഷു ആഘോഷിക്കുന്ന സമയം. അപ്പം നമുക്കറിയാം, നാട് നീളെയുള്ള കണിക്കൊന്നകൾ പൂത്തിരിക്കുന്നു. കണിവെള്ളരി കടകളിൽ നിറഞ്ഞിരിക്കുന്നു. വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായി വിഷു സദ്യയുണ്ട്, വിഷു കണിയുണ്ട്, വിഷു കൈനീട്ടമുണ്ട്. ഇതാണ് വിഷു ആഘോഷത്തിൻ്റെ ആകപ്പാടെയുള്ള ഒരു ചിത്രമെന്ന് പറയുന്നത്. അങ്ങനെ വിഷുവിൻ്റെ പല പല കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. കണി ഒരുക്കുന്നതിനുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ രൂപമാണിത്. സർവ്വ ചെടികളും വാടി തളർന്നിരിക്കുന്ന ഈ കൊടിയ വേനൽക്കാലത്ത് കണ്ടോ നമ്മുടെ കണിക്കൊന്ന എങ്ങനെ പൂത്തുല്ലസിച്ച് നിൽക്കുന്നത്. എന്ത് രസമായില്ലേ. കണി കാണണമെങ്കിൽ, വിഷുക്കണി കാണണമെങ്കിൽ കണിക്കൊന്നയോടുകൂടി കാണണമെന്നാണ് പഴമൊഴി. ഇതുണ്ടല്ലേ കണിക്കൊന്നയുടെ പൂവ്, എത്ര ഭംഗിയാണ്. മേടമാസക്കാലത്ത് മാത്രം ആണ് കണിക്കൊന്ന. അതാണ് അതിശയം എന്ന് പറയുന്നത്. മേടമാസത്തിലെ വിഷുവിന് കണിയൊരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കണിക്കൊന്ന ഇങ്ങനെ ഉല്ലസിച്ച് നിൽക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണിക്കൊന്ന പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കണിവെള്ളരി. കണിവെള്ളരി ഇല്ലാത്ത കണി അപൂർണമാണ്. കണിവെള്ളരി അങ്ങനെ കടകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരുപാട് ടൺ കണക്കിന് കണിവെള്ളരി ആണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളില്ലാത്ത വിഷുക്കണിയും ഇല്ല. വിഷുക്കണി കാണണമെങ്കിൽ പച്ചക്കറിയും കൂടി ചേർന്നതായിരിക്കണം. എല്ലാ പച്ചക്കറികളും ചേർന്ന് വിഷുവിനുള്ള കണി ഒരുക്കുമ്പോൾ നിറപറയും നിലവിളക്കും പച്ചക്കറികളും കണിക്കൊന്നയും കണിവെള്ളരിയും വാൽക്കണ്ണാടിയും അങ്ങനെ പോകുന്നു വിഷുക്കൈ കണിയുടെ വിശേഷങ്ങളും. വിഷു ചന്തയുടെ പ്രധാനപ്പെട്ട ഇനമാണ് ഈ കാണുന്ന പച്ചക്കറി ഇനങ്ങൾ. കടകളിൽ ധാരാളം പച്ചക്കറികൾ എത്തിയിട്ടുണ്ട്. വിഷുവിന് സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണിത്. രാജാക്കാട് ടൗണിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റിലുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സമൃദ്ധിയായിട്ട് പച്ചക്കറികൾ ഇഷ്ടം പോലെ ലഭിക്കുന്ന മല്ലിയില മുതൽ കറിവേപ്പില വരെയുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ കരുതിയിട്ടുണ്ട്. നമുക്ക് കടയുടെ ഉടമയെ പരിചയപ്പെടാം. എൻ്റെ ഒരു സുഹൃത്താണ്, ഷാജി എന്നാണ് പേര്. വലിയ കടയാണ്. വിഷു പ്രമാണിച്ച് ഒരുപാട് പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കടയുടെ ഉടമയാണ് മിസ്റ്റർ ഷാജി. സുഹൃത്താണ്. രാജാക്കാട് ടൗണിൽ എങ്ങനെയാ വിഷക്കച്ചവടം നന്നായിട്ട് ഉണ്ടാകും പ്രതീക്ഷയുണ്ടോ? വിഷക്കച്ചവടത്തിന് കഴിഞ്ഞ വർഷത്തെ കാലം ഒരു കുറേ കൂടെ പുരോഗതിയോടുകൂടി കച്ചവടം നല്ല രീതിക്ക് നടക്കുമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ കേരളീയരെല്ലാവരും കൊണ്ടാടുന്ന ഒരു എല്ലാ മതസ്ഥരും കൂടി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ ഇത്തവണ വരേണ്ടതാണ്. പിന്നെ പൊതുവിൽ ഈ കൊടും ചൂട് നമ്മുടെ കാർഷിക മേഖല പോലെ തറന്നു കിടക്കുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളുണ്ട് നമുക്കിവിടെ രാജാക്കാടിനെ സംബന്ധിച്ച്. എന്നാലും വളരെ വിരിവായി നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കണിവെള്ളരിയൊക്കെ നന്നായിട്ട് ശേഖരിച്ചിട്ടുണ്ടല്ലോ. കണിവെള്ളരി കഴിഞ്ഞ അവിടെ 2 ടണ്ണോളം കൊണ്ടിട്ടിട്ടുണ്ട്. കണിവെള്ളരി എല്ലാവരും വന്ന് വിഷുവിന് വാങ്ങിക്കുന്ന ആളുകൾ മുഴുവൻ ആ കണിവെള്ളരി വാങ്ങിക്കൊണ്ട് പോകും. ആ വിഷുക്കണിക്ക് വേണ്ടി എല്ലാ വർഷവും വാങ്ങാറുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം. കൊടിയ വേനലായതുകൊണ്ട് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണെങ്കിലും മാങ്ങ കുറവാണ്. ഇത് കണ്ടില്ലേ, വളരെ കുറച്ച് മാങ്ങയേ ഉണ്ടായിട്ടുള്ളൂ.
ഈ വിഷുക്കാലത്ത് മാത്രം കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മാമ്പൂവും മാങ്ങയുമൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.